കേരളത്തിലെ BJP നേതാക്കൾക്കിടയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ സ്വീകാര്യതയുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള തൻ്റെയിടമുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യം ഉറപ്പായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി ഒരിക്കലും കേരള BJPയിലെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു നേതാവല്ല എന്നും BJPയുടെ തലപ്പത്തേക്ക് എന്തുകൊണ്ടും വരാനായിട്ടുള്ള യോഗ്യതയുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. BJPയിലെ പ്രവർത്തകർ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകണമെന്ന് വരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്കും കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കരുത്തുറ്റ വനിതാ നേതാവിനെ കേരള BJP കിട്ടിയിട്ട് പോലും അതിനെ ആ ഒരു തരത്തിൽ കേരളത്തിലെ BJP നേതാക്കൾ ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നില്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനം നിലവിൽ BJPയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പലരും ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നതും പലതരത്തിലുള്ള പരാതികൾ ഇതിനു മുന്നേ തന്നെ കേട്ടിട്ടുള്ളതാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയെടുക്കാനായിട്ട് എന്തുകൊണ്ടും കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല അവരുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ശരിക്കും ഈ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിക്ക്, ആ ഒരു നേതാവിന് ശരിക്കും കേരള BJPയിൽ തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു മണ്ഡലം ആ ഒരു തരത്തിൽ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും അവർ എത്രത്തോളം അത് അധ്വാനിച്ചാണ് ആ മണ്ഡലത്തിൽ അത്രത്തോളം വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒട്ടും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ട് അവിടെ നേടിയെടുക്കുന്ന വോട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ അവർ വന്ന് നിന്ന് മത്സരിച്ച് അവിടെ നേടിയെടുത്ത വോട്ടുകൾ അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വോട്ട് ഉയർച്ചയായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ ആറ്റിങ്ങൽ അവർ 2019 നിന്ന് 2024 അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആലപ്പുഴയിലാക്കി. ആലപ്പുഴയിൽ ഇത്തവണ പക്ഷേ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ വോട്ട് പരമാവധി ഉയർത്താനായിട്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നത് ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. സർവേ ഫലങ്ങളെല്ലാം തന്നെ അവിടെ ആലപ്പുഴയിൽ ഇത്തവണ BJPക്ക് വോട്ട് ഷെയർ മാക്സിമം ഉയരുമെന്നതും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറഞ്ഞത് ഒരു 2.5 ലക്ഷം 3 ലക്ഷത്തിന് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് പലരും പറയുന്നത്. അവിടെ ഒരു അട്ടിമറി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ വലിയൊരു നേട്ടം ഉണ്ടാക്കുമെന്ന് തന്നെ പലരും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ നേതാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്തവർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്രത്തോളം ഒരു ജനസ്വീകാര്യത നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപക്ഷെ കേരള BJP നേതാക്കൾ എത്ര കണ്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത് നിലവിൽ. അതിന് കാരണം ഈ ശോഭാ സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിൽ മാത്രം നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അവസരം കേരള BJP ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് പറയാം. അവർ ആ ഒരു തരത്തിൽ ഈ എല്ലാ മണ്ഡലത്തിലും ഇങ്ങനെ മാറി മാറി മത്സരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവർ ഇത്രത്തോളം വോട്ടുകൾ നേടിയെടുക്കുമ്പോഴത്തേക്കും അവർ ശരിക്കും ആ ഒരു മണ്ഡലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രവർത്തിച്ച് ആ ഒരു തരത്തിൽ വോട്ടുകൾ ഉണ്ടാക്കി ഇപ്പോൾ ഒരു തവണ വിജയിച്ചില്ലെങ്കിൽ അടുത്ത തവണയും അവർക്ക് ആ ഒരു മണ്ഡലം തന്നെ കൊടുത്ത് അത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ആ ഒരു ചാൻസ് ശരിക്കും അവർക്ക് കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കേരള BJPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ എത്രത്തോളം
ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ആ ഒരു തരത്തിൽ മാറ്റി നിർത്താൻ നോക്കിയാലും കേന്ദ്ര നേതാക്കൾക്ക് കേന്ദ്രത്തിന് വളരെ വ്യക്തമായിട്ടറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് കേരള നേതാക്കൾക്ക് ശോഭാ സുരേന്ദ്രനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാൻ ഇതുവരെയും പറ്റാത്തത് തന്നെയും. കേന്ദ്രം ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ വരും നാളുകളിൽ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രന് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനൊരു തെളിവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഒരു താരപ്രചാരകയായിട്ട് എല്ലാ സ്ഥലത്തേക്കും, അതായത് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJPയുടെ ഒരു താരപ്രചാരകയായിട്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ക്ഷണിച്ചിരിക്കുന്നത് തന്നെ കേന്ദ്രം. ആദ്യം തന്നെ മുംബൈയിലെത്തിയ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയൊരു ഓളമുണ്ടാക്കി മലയാളികൾക്കിടയിൽ തന്നെ വലിയൊരു തരംഗമുണ്ടാക്കുകയായിരുന്നു. മുംബൈയിലെത്തി ശോഭാ സുരേന്ദ്രൻ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഡൽഹിയിലെത്തി, അവിടെയും മലയാളികൾക്കിടയിലും അല്ലാതെയുള്ള ആളുകൾക്കിടയിലും ഒരു തരത്തിലുള്ള ഒരു വലിയ പ്രചാരകയായിട്ട് മാറുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നേരെ വാരണാസിയിൽ എത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ തട്ടകത്തിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്. മോദിക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി എന്ന് പറയാൻ സാധിക്കും. വലിയൊരു സ്വീകരണം തന്നെയായിരുന്നു വാരണാസിയിലും ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിരുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിലല്ലാതെ തന്നെയും കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം ചുരുങ്ങിയ ചില കേരള നേതാക്കളെ ആ ഒരു തരത്തിൽ കേരളത്തിന് പുറത്തേക്കുള്ള ആ ഒരു തിരഞ്ഞെടുപ്പുകളിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ സുരേഷ് ഗോപി ആയാലും, അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനായാലും, അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ആയാലും, അതുപോലെ തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്ത പരിപാടികൾക്കെല്ലാം തന്നെ വളരെ വലിയൊരു ജനസാന്നിധ്യം ഉണ്ടായിരുന്നു. മലയാളികൾ തന്നെ അത്രത്തോളം തിങ്ങി നിറഞ്ഞുള്ള ഒരു സാന്നിധ്യം ആ ഒരു പരിപാടികൾക്കെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായി. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ അത്രത്തോളം ആ ഒരു പ്രസംഗം, ആ ഒരു തീപ്പൊരി പ്രസംഗം തന്നെയാണ് ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു നേതാവ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഇന്ത്യ ഒട്ടാകെ തന്നെ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, അതിപ്പോൾ BJPയിലായാലും BJPയിലല്ലാതെ തന്നെയുമുള്ള ആൾക്കാർ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊരു ദേശീയ നേതാവ് തന്നെ ആകാനായിട്ട് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെയും അവർ ആ ഒരു തരത്തിൽ ഒരു ദേശീയ നേതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ഇപ്പോൾ കേരളത്തിൽ തന്നെയായാലും കേരളത്തിലെ ആ ഒരു കേരള BJPയിലെ ഒരു വലിയ മാറ്റം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നാളുകളിൽ ശോഭാ സുരേന്ദ്രന് കേരള BJPയിൽ ഒരു അർഹിക്കുന്ന സ്ഥാനം ആ ഒരു തരത്തിൽ കേരള BJPയുടെ തലപ്പത്തേക്ക് തന്നെ എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.